ഇന്നത്തെ ന്യൂയോർക്ക് പോസ്റ്റ് പത്രത്തിൽ FBI ഡയറക്ടർ കാഷ് പട്ടേലിനെതിരെ ഒരു വാർത്ത വളരെ പ്രാധാന്യത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ടപ്പോൾ ഒരല്പം വിഷമം തോന്നി. പ്രധാനപ്പെട്ട കാര്യം കാഷ് പട്ടേലിൻ്റെ ഒരു ആരാധകനോ സപ്പോർട്ടറോ ഒന്നും ആയതുകൊണ്ടല്ല, അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ് എന്നുള്ളതാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത്. കാരണം ഇത്രയധികം ഉയർന്ന സ്ഥാനത്ത് മറ്റൊരു ഇന്ത്യക്കാരൻ ഇപ്പോഴില്ല. ഏറ്റവും അധികം ഇന്ത്യക്കാർക്ക് അംഗീകാരം കൊണ്ടു തന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ അനുകൂലിക്കാം, എതിർക്കാം, പക്ഷേ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്കെല്ലാം അഭിമാനം കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ അഭിമാനം കൊണ്ടുവന്ന വേറൊരു വ്യക്തിയുണ്ട്, മാംദാനി, ന്യൂയോർക്ക് മേയർ ഇലക്റ്റ്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം മുസ്ലിം എന്നാണ് ജനമെല്ലാം പറയുന്നത്. ഈ മാംദാനി മുസ്ലിം, മാംദാനിയെ പറ്റി പറയുമ്പോൾ മുസ്ലിം, അദ്ദേഹം ഇന്ത്യക്കാരനാണെന്ന് ആരും പറയുന്നില്ല, ആർക്കും അറിയത്ത് പോലുമില്ല. കാരണം അദ്ദേഹം ജനിച്ചതാണ് ആകട്ടെ ഉഗാണ്ടയിലും. അപ്പം ആളുകൾ ഈ കറുത്തവർഗ്ഗക്കാരുമൊക്കെ പറഞ്ഞു, അത് ഉഗാണ്ടയിൽ ആഫ്രിക്കയിൽ ജനിച്ച വ്യക്തി, അപ്പോൾ അവരുടെ ആളാണ്. പിന്നെ മുസ്ലിങ്ങൾ അവരുടെ ആളാണ്. പക്ഷേ ഈ ഇന്ത്യക്കാർ, നല്ലൊരു പങ്ക് ഇന്ത്യക്കാർക്ക് അദ്ദേഹത്തെ ഇന്ത്യക്കാരനായിട്ട് അംഗീകരിക്കാൻ ഇഷ്ടവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ഈ RSS അനുകൂല, സംഘപരിവാർ അനുകൂല ആളുകൾക്ക് താല്പര്യവുമില്ല. അപ്പോൾ എങ്ങനെ വന്നാലും ഇന്ത്യക്കാരൻ എന്നുള്ള ആ അംഗീകാരം അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ടതല്ലെങ്കിൽ കൂടി നമുക്ക് വലിയൊരു അംഗീകാരമാണത് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ അംഗീകാരം കൊണ്ടുവന്ന വ്യക്തിയാണ് കാഷ് പട്ടേൽ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ വിമർശനം വരുമ്പോൾ അദ്ദേഹം ഇന്ത്യക്കാരനായതുകൊണ്ടാണ് വിമർശനം വരുന്നതെന്നാണ് എനിക്കൊക്കെ തോന്നുന്നത്. നമുക്കൊക്കെ അത് തോന്നുന്ന ഒരു കാര്യമാണത്. കാരണം 6-7 മാസമായിട്ടുള്ളൂ അദ്ദേഹം ഈ സ്ഥാനം ഏറ്റെടുത്തിട്ട്. അപ്പോൾ ഇവർ വിമർശനം പറയുന്നത് ഈ ചുക്കാനില്ലാത്ത വഞ്ചി പോലെ ഒരു റഡർലെസ്, ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ലാത്ത രീതിയിലാണ് പോകുന്നതെന്ന്. FBI ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നേരിട്ട് അതിൻ്റെ ഓവറോൾ അതിൻ്റെ നയപരമായ കാര്യങ്ങളൊക്കെ ഇതിന് തീരുമാനിക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുക എന്നല്ലാതെ ഈ ഓരോ ഫീൽഡിലും പോയി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ലല്ലോ. അപ്പം ഇദ്ദേഹം ഇൻഎക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറയുന്നു. അദ്ദേഹം ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. അദ്ദേഹം ഒരു അറ്റേർണിയാണ്. 44 വയസ്സേ ഉള്ളൂ. അപ്പോൾ അത്രയുള്ള എക്സ്പീരിയൻസേ കാണുകയുള്ളൂ. പക്ഷേ ഈ ഡയറക്ടർ ആയിരിക്കുന്ന വ്യക്തി ഈ പൊതുവായിട്ടുള്ള നയങ്ങളൊക്കെ രൂപീകരിക്കുകയും നയങ്ങളൊക്കെ പറയുകയും ചെയ്യുക എന്നുള്ളതല്ലാതെ എല്ലാ കാര്യങ്ങളിലും മൈക്രോ മാനേജ്മെൻറ്റ്, അതിൻ്റെ ആൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്ന് വ്യക്തമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ആ വിമർശനം ഉന്നയിക്കുന്നവർ എന്താ അർത്ഥത്തിലാണ് വിമർശിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ കാഷ് പട്ടേൽ FBI ഡയറക്ടർ ആയപ്പോൾ മുതൽ അദ്ദേഹത്തിനെതിരെ വിമർശനം നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. നേരെ മറിച്ച് ഈ മന്ത്രിസഭയിലുള്ള ഈ ക്യാബിനറ്റിലുള്ള സെക്രട്ടറിമാരിൽ പലർക്കും ഇത്തരം വിമർശനങ്ങളൊന്നും വന്നിട്ടില്ല. ആകപ്പാടെയുള്ളത് ആ ഡിഫൻസ് സെക്രട്ടറി പീറ്റർ ഹെക്സത്തിനെതിരെ ആദ്യകാലത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, കുറച്ച് വിമർശനങ്ങളുണ്ടായി. അദ്ദേഹം യമൻ ആക്രമണത്തിൻ്റെയൊക്കെ വിവരങ്ങൾ പുറത്തുവിടുകയൊക്കെ ചെയ്തതിനെപ്പറ്റി പിന്നീട് കെട്ടടങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ കാഷ് പട്ടേലിനെതിരെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടിക്കെതിരെയും അദ്ദേഹം ഒരു കോമാളിയാണെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ ഈ കുറേ മുൻ FBI ഉദ്യോഗസ്ഥരൊക്കെ കൂടെ ചേർന്നാണ് ഈ റിപ്പോർട്ട് എഴുതിയത്. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം, ഈ കാഷ് പട്ടേൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹം ചില മണ്ടത്തരങ്ങൾ കാണിച്ചു. അതായത് ഈ ചാർലി കിർക്ക് മരിച്ചധികം താമസിയാതെ തന്നെ അതിൻ്റെ കുറ്റവാളിയെ കണ്ടെത്തിയെന്ന് FBI ഡയറക്ടർ പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഏതാനും അരമണിക്കൂറിനുള്ളിൽ തന്നെ അത് തിരുത്തേണ്ടി വന്നു. ആ അക്രമിയല്ല പിടികൂടിയത് എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ അത് വലിയ ഒരു മാനക്കേടായിപ്പോയി FBIക്ക്. അതുപോലെ തന്നെ ഈ മറ്റ് ഏജൻസികൾ അവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ അതിൻ്റെ ക്രെഡിറ്റ് പോലും FBI ഏറ്റെടുത്തു. അപ്പോൾ FBI ഒരിക്കലും അങ്ങനെ ചെയ്യാറുള്ളതല്ല. FBIക്ക് അത് മാനക്കേടായിപ്പോയി എന്നാണ് ഒരു വിമർശനം. നേരത്തെ ഉയർന്ന ഒരു വിമർശനം, അദ്ദേഹത്തിൻ്റെ കാമുകിയെ കാണാനായിട്ട് FBIയുടെ വിമാനത്തിൽ സൗത്ത് കരോളിനയിലേക്കോ മറ്റോ പോവുകയുണ്ടായി. അപ്പോൾ അത് ഈ ആ വിമാനത്തിൻ്റെ ഫ്ലൈറ്റ് ലോഗ് പുറത്തുവിട്ട പരസ്യമായിട്ട് വെച്ച ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ജോലി പോവുകയും ചെയ്തു. പിന്നീടൊന്ന് FBI ഡയറക്ടർ അദ്ദേഹത്തിന് ഒരു തോക്ക് കൊണ്ടു നടക്കാനുള്ള അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അതിനെതിരെ കുറേ പേര് വിമർശനം ഉന്നയിച്ചു, കുറേ ഉദ്യോഗസ്ഥർ. അപ്പോൾ അവരെയൊക്കെ ആരൊക്കെയാണ് വിമർശനം ഉന്നയിച്ചതെന്ന് അറിയാനായിട്ട് പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കി. അതൊന്നും കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സത്യമായിരുന്നിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും FBI ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഏജൻസിയുടെ തലവൻ മാത്രമാണ്. അദ്ദേഹം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡൊന്നുമല്ല. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൻ്റെ കീഴിൽ വരുന്നൊരു ഒരു വിങ് മാത്രമാണ് FBI. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഈ പ്രൊഫഷണലായിട്ടും അതുപോലെ തന്നെ മീഡിയയ്ക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് മീഡിയയുടെ രംഗത്ത് പറയേണ്ട കാര്യങ്ങൾ തന്നെ ഇല്ല, അങ്ങനെ നിൽക്കേണ്ട ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ കാഷ് പട്ടേൽ പക്ഷേ അങ്ങനെയല്ല. സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അവർ സ്വന്തം പ്രൊഫൈൽ
ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ കൂടുതൽ പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് നിറഞ്ഞു നിൽക്കുന്നു എന്നൊക്കെയാണ് ആരോപണങ്ങൾ. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ വരുമ്പം അത് നമുക്ക് നമ്മുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം ഇന്ത്യക്കാർക്കെതിരെ ഒരു ആരോപണം വരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ കണക്കാക്കുന്നത്. നമ്മുടെ ആൾ ഇന്ത്യക്കാരനായതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്നെ ആക്രമിക്കാനായിട്ടും അദ്ദേഹത്തെ ഒന്ന് താഴ്ത്തി കിട്ടാനായിട്ടും ശ്രമിക്കുന്നവരുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പിന്നെ ധാരണയുണ്ട്. പക്ഷേ വൈറ്റ് ഹൗസിൻ്റെ ശക്തമായ പിന്തുണയുണ്ട്, പ്രസിഡന്റ് ട്രംപിൻ്റെ ശക്തമായ പിന്തുണയുണ്ട്. അതുകൊണ്ട് അവർക്കാർക്കും ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. അപ്പോൾ എന്തായാലും ഉന്നത സ്ഥാനത്തൊക്കെ എത്തുന്ന ഇന്ത്യക്കാർ എപ്പോഴും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നു എന്നുള്ളത് പിന്നെ ഒരു വസ്തുതയാണ്. ഇപ്പം ഹൂസ്റ്റണിൽ പിന്നെ കെ പി ജോർജിനെതിരെ ഇങ്ങനെ ആരോപണം വന്നപ്പോൾ നമ്മൾ ഒക്കെ കെ പി ജോർജിനോട് ശക്തമായിട്ട് നമ്മൾ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. നമ്മുടെ പിന്തുണ കൊണ്ട് വലിയ അർത്ഥമൊന്നും ഇല്ലെങ്കിൽ കൂടി. കാരണം പിന്നെ ഇന്ത്യക്കാരനല്ലാതെ വേറൊരാൾ ഒരു വെള്ളക്കാരനോ ഒരു കറമ്പനോ ആണെങ്കിൽ ഉണ്ടാവുകയില്ല ഇപ്പം പലപ്പോഴും ഇത്തരം ആരോപണങ്ങളും പിന്നെ അധിക്ഷേപങ്ങളും. അപ്പം ഇന്ത്യക്കാരനാകുമ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആളുകളെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും കാഷ് പട്ടേൽ പിന്നെ ആരുടെയും ദയ കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധികൂർമ്മത കൊണ്ടും എവിടെയാണ് നിൽക്കേണ്ടതെന്നും പിന്നെ ആരുടെ കൂടിയാണ് നിൽക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് അറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഉന്നത സ്ഥാനത്തെത്തിയത്. എന്ന് മാത്രമല്ല ഈ ഉന്നത സ്ഥാനം പിന്നെ FBI മറ്റും ഉപയോഗിച്ച് ഗവൺമെൻറ് തലത്തിലുണ്ടാകുന്ന അഴിമതികളും കുറ്റകൃത്യങ്ങളും അതേപ്പറ്റിയും അദ്ദേഹം ഒരു പുസ്തകം എഴുതുകയുണ്ടായി. ഗവൺമെൻറ് ഗാങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് അദ്ദേഹം ഈ ഉന്നത സ്ഥാനത്ത് എത്തിപ്പെട്ടത്. അപ്പോൾ അതിനെതിരെ ഇഷ്ടമില്ലാത്തൊരു ധാരാളം പേരുണ്ട്. അദ്ദേഹത്തെ പിടിച്ചു താഴ്ത്താനായിട്ട് ആഗ്രഹിക്കുന്നവരും ധാരാളം പേരുണ്ടാവും. എന്തായാലും അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. കാരണം നമ്മളുടെ ഒരു അഭിമാനമാണ് അദ്ദേഹം. നമുക്ക് പിന്നെ ഇന്ത്യക്കാർക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണത്. അത് ഇല്ലാതാവുന്നത് നമുക്ക് ദോഷകരവും ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.